ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശിനി അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി. മുൻകൂർ ജാമ്യം റദ്ദാക്കിയതോടെ പ്രതി സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. നേരത്തെ സതീഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തെങ്കിലും മുൻകൂർ ജാമ്യത്തെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കിയിട്ടുള്ള സാഹചര്യം ഏതാണ്? ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം എന്താണ് അവിടെ നടക്കുന്നത്? ഇതിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നേരത്തെ കോടതി സതീഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരികയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായ ശേഷം ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അയാൾ പുറത്തേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുകയും ഇയാളുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സുപ്രധാനമായിട്ടുള്ള വിധി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ തെക്കുംഭാഗം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 302, അതായത് കൊലപാതക കുറ്റമായിരുന്നു ഇയാൾക്ക് മേൽ ചുമത്തിയിരുന്നത്. ഇത് കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി ഇന്നത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ആത്മഹത്യാ പ്രേരണ എന്നുള്ള വകുപ്പാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ എന്നത് ജാമ്യമില്ലാ പ്രകാരമുള്ള കേസാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം റദ്ദാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് 4:15 സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുകയും ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഹാജരാവുകയുമായിരുന്നു. അയാളെ പോലീസ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുക്കാനാണ് സാധ്യത. വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. കാര്യം ഈ ടെലിഫോൺ രേഖകളുണ്ട്, വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അവയൊക്കെ തന്നെ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഒരു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. അതുതന്നെയായാലും ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.